ഹേയ് സിനിഫൈൽസ് തുടക്കം ഡയറക്റ്റഡ് ബൈ ജൂഡ് ആൻ്റണി ജോസഫ് സ്റ്റാറിംഗ് വിസ്മയ മോഹൻലാൽ, ആശിഷ് ജോയ് ആൻ്റണി, ഗണേഷ് കുമാർ, സായ് കുമാർ ആൻഡ് മോഹൻലാൽ. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വർത്ത് വാച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മാർഷ്യൽ ആർട്സ് ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഈ മൂവിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വിസ്മയ മോഹൻലാലിൻ്റെ പെർഫോമൻസ് കണ്ടാൽ വളരെ സിമ്പിൾ റോളാണെന്ന് തോന്നുമെങ്കിലും ഇറ്റ് ഈസ് എ ബിറ്റ് ടഫ് ടു കൺസീവ് ദിസ് റോൾ. കാരണം ഒരുപാട് ഇമോഷൻസും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു കഥാപാത്രമാണ്. ഷീ ഫൈറ്റ്സ് റിയലി വെൽ. ഇതിൽ കാണിച്ചിട്ടുള്ള തായ് മാർഷ്യൽ ആർട്സ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഈ മൂവി ബേസിക്കലി ഒരു ക്ലാഷ് ആണ്. ഇതിൽ വിസ്മയ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രവും ഇതിലെ വില്ലൻ കഥാപാത്രമായിട്ടുള്ള ആശിഷ് ജോയ് ആൻ്റണി തമ്മിലുള്ള ഒരു ക്ലാഷുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആശിഷ് ജോയ് ആൻ്റണി അവതരിപ്പിച്ച ഒരു പക്ക ക്രിമിനൽ കഥാപാത്രമാണ്. പുള്ളിക്ക് ഒരു കേക്ക് വാക്ക് പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ഒരു ന്യൂ കമർ ആണെന്ന് നമുക്ക് ഫീൽ പോലും ചെയ്തില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളി ഈ റോള് ചെയ്തിരിക്കുന്നത്. ആൻഡ് മോഹൻലാൽ പ്ലേസ് എ ക്യാമിയോ ഇൻ ദിസ് മൂവി. ആ ക്യാമിയോ കുറച്ചുകൂടെ നല്ല രീതിയിൽ കൺസീവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ, കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചത് ചെയ്തിരുന്നെങ്കിൽ. ബട്ട് ഓവറോൾ ഇറ്റ് വാസ് ഗുഡ്. ആൻഡ് ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ബോറൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര ഹൈയുമല്ല എന്നാൽ തീരെ ലോയും അല്ലാത്ത ഒരു മൂവി. വിസ്മയ മോഹൻലാൽ ആൻഡ് ആശിഷ് ജോയ് ആൻ്റണി ആസ് ഡെബ്യൂട്ടൻസ് ഡിഡ് എ ഗുഡ് ജോബ്. സോ ദാറ്റ്സ് ഇറ്റ്.